കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. നിർദ്ദേശിച്ച സമയപരിധി തുടർച്ചയായി ലംഘിച്ച കരാറുകാരനെ പൊതുമരാമത്ത് ഒഴിവാക്കി. 6 കിലോമീറ്റർ ദൂരമെങ്കിലും പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധിയിൽ 4.097 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാറുകാരനെ പൊതുമരാമത്ത് ഒഴിവാക്കിയത്. 2023 സെപ്റ്റംബർ 30 വനമന്ത്രി AK ശശീന്ദ്രൻ വളയംചാലിൽ ഉദ്ഘാടനം ചെയ്ത ആനമതിലിന്റെ നിർമ്മാണമാണ് അവതാളത്തിലായത്. നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി കരാറുകാരനെ ഒഴിവാക്കുന്ന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. റീടെൻഡർ വിളിച്ച് പ്രവൃത്തി പുനരാരംഭിക്കാൻ കാലതാമസം നേരിടും. ഇതോടെ ആറളത്തെ കാട്ടാന ആക്രമണ ഭീതി ഒഴിയാൻ ഇനിയും വർഷങ്ങളെടുക്കും. 1 വർഷത്തിനകം 10 കിലോമീറ്റർ ദൂരം മതിലും 1/2 കിലോമീറ്റർ റെയിൽവേലിയുമാണ് പൂർത്തിയാക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 23 വെള്ളി ലീല ദമ്പതികളെ കാട്ടാന കൊന്നതിനെ തുടർന്ന് 6 കിലോമീറ്ററെങ്കിലും മതിൽ ഏപ്രിൽ 30 പൂർത്തിയാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് പാലിക്കാത്തതിനാൽ കാലാവധി വീണ്ടും നീട്ടി നൽകിയെങ്കിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പിന്നീടാണ് കരാർ റദ്ദാക്കിയത്. വളയംചാൽ വനം ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങി പരിപ്പുതോട് 55 വരെ 9.899 കിലോമീറ്റർ നീളത്തിലാണ് 37.9 കോടി രൂപ ചെലവിൽ മതിലും 1/2 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേലിയും നിർമ്മിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥയിൽ ആനമതിൽ പകുതി പോലും പൂർത്തിയാക്കാതെ അവശേഷിക്കുമ്പോൾ പുനരധിവാസ മേഖലയിലും ഫാം കൃഷിയിടത്തിലും കാട്ടാനക്കൂട്ടത്തിന്റെ ഭീഷണി ശക്തമാണ്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.